മിണ്ടായിരിക്കാൻ പറയും, ഞാൻ പറയാം. അല്ലല്ലോ എന്റെ സമയത്ത് സംസ്ഥാന സെക്രട്ടറി നിന്റെ പേരോ കോൺഗ്രസ്, അല്പത്തരമേ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുക. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഞങ്ങളുടെ ആത്മവിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത്ര വലിയ സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. 10 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയം ഉയർത്തണമല്ലോ. BJP ആയാലും കോൺഗ്രസ് ആയാലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിഷയവും ഉയർത്താൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആദ്യം ഡീൽ എന്ന് പറഞ്ഞു തുടങ്ങി, പിന്നെ അപ്രധാനമായിട്ടുള്ള പല വിഷയങ്ങളും ഉയർത്തുന്നു എന്നല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏത് രാഷ്ട്രീയ വിഷയമാണ് കോൺഗ്രസും BJPയും ഉയർത്തിയത് എന്ന് ചോദിച്ചാൽ ഒന്നും ഉയർത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പ കാണും. ഇപ്പോ പ്രകടന പത്രികയിൽ 600 കാര്യങ്ങളാണ് 2016 പറഞ്ഞത്. അതിൽ 590 കാര്യങ്ങളും പൂർത്തീകരിച്ച് 5 പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കാൻ LDFന് കഴിഞ്ഞു. 2021 ആയപ്പോൾ അത് 900 കാര്യങ്ങളായിരുന്നു. ആ 900 കാര്യങ്ങളിൽ 874 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ പൊട്ടിപ്പോ. ഇപ്പോഴിതാ 950 കാര്യങ്ങൾ വരുന്ന 5 വർഷത്തേക്ക് പ്രകടന പത്രികയായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. ആ പ്രകടന പത്രിക കേരളത്തെ ഒരു ലോക നിലവാരത്തിനപ്പുറത്തേക്ക് ഉയർത്താൻ പറ്റുന്ന പദ്ധതികൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പലരും അതിനെ കളിയാക്കി. എന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനവും പരിശോധനയും എല്ലാം പുറത്തുവിടുകയും കഴിഞ്ഞ നവംബർ മാസം 1 അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേവല ദാരിദ്ര്യം 5 ലക്ഷം പേരെ കൂടി ദാരിദ്ര്യ മേഖലയിൽ നിന്ന് കൈപിടിച്ചുയർത്തുമെന്നും ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റും എന്നതുൾപ്പെടെയുള്ള പ്രകടന പത്രികയിലെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ വളരെ സ്വീകാര്യതയോടെ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല. ഈ വിഷു ഈസ്റ്റർ കാലത്ത് 2000 രൂപ വച്ച് വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും എണ്ണി വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ കൈപ്പറ്റുമ്പോൾ ആ വീട്ടിൽ തന്നെ വീട്ടമ്മമാർക്കും പെൻഷൻ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ മകൻ പഠനം പൂർത്തീകരിച്ച് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ 1000 രൂപ പെൻഷൻ. കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. ഒരു വീട്ടിൽ തന്നെ 6000 രൂപ പെൻഷനായിട്ട് എത്തുന്ന സന്തോഷത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഞങ്ങളോട് വളരെ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത്. ഈ വികസനത്തിന് തുടർച്ച വേണം, ഈ ക്ഷേമത്തിന് തുടർച്ച വേണം, ഈ പശ്ചാത്തല വികസന രംഗത്തെ ഇടപെടലിന് തുടർച്ച വേണമെന്ന് വളരെ ആത്മാർത്ഥയോടെ അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾ കേൾക്കുകയാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതുപോലെ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ ഒരിക്കലും ഈ കേരളത്തിൽ പൂർത്തീകരിക്കില്ല എന്ന് വിചാരിച്ച പദ്ധതികൾ 17 വർഷം മുമ്പ് 2ാം ഘട്ടം പൂർത്തീകരിക്കാൻ പോകുന്നു എന്നെല്ലാം പറയുമ്പോൾ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എത്ര ശക്തമായിട്ടുള്ള ഇടപെടലാണ്. എന്താ അണ്ണാക്കിലൊരു പ്രാണി. അതുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നു. മികച്ച വിജയം കഴിഞ്ഞ തവണ 99 സീറ്റോടെ വിജയിക്കുമ്പോഴും ചില മണ്ഡലങ്ങൾ ചെറിയ വ്യത്യാസത്തിന് നമുക്ക് നഷ്ടപ്പെട്ടു. ആ മണ്ഡലങ്ങൾ കൂടി കൈപ്പിടിയിൽ ഒതുക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഭരണ തുടർച്ച ഉണ്ടാകും. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് തുടർച്ച ഉണ്ടാകും. അതിനുവേണ്ടി ഈ നാട് ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്ന കാഴ്ച നാം കാണുകയാണ്. അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ എങ്ങനെയാണ് കഴിയുക? പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നിരന്തരമായി പരാജയപ്പെടുന്നു. അതിൽ ആശ്വസിക്കാനുള്ളത് നേരിയൊരു വിജയം നേടിയ ചേലക്കരയിലെ വിജയം മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടിയാണ് നേരിട്ടത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ്. അപ്പോ ഇതൊന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമല്ല എന്നാണോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. 2500 പറഞ്ഞു, 2000 എത്താനേ കഴിഞ്ഞു. പക്ഷെ 600-ൽ നിന്നാണ് 2000 മാറിയത്. ആശാ വർക്കേഴ്സ് ഞങ്ങൾ വരുമ്പോൾ 1000 രൂപയായിരുന്നു അതിന്റെ ഇൻസെന്റീവ്. അത് ഞങ്ങൾ 9000 രൂപയാക്കി മാറ്റി. 2500 ആക്കാൻ കഴിയാത്തത് അതിന് പര്യാപ്തമായ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ടാണല്ലോ. ഇപ്പൊ അത് 3000 ആക്കുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോ അത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ട്രഷറി അടച്ചുപൂട്ടിയോ? സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞില്ലേ? പെൻഷൻ ഒരു മാസം പോലും കുടിശ്ശികയില്ലാത്ത, ഒരു ദിവസം പോലും കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായിട്ട് മാറിയില്ലേ? കടം എന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ 17 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് തോതെടുത്ത് നോക്കിയാൽ നമ്മളുണ്ടോ? നമ്മൾ അതിന് പറയില്ലല്ലേ. പ്രകടന പത്രികയിൽ ആത്മാർത്ഥതയുള്ള മുന്നണി LDF ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് കഴിഞ്ഞ 2 തവണയും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് ഈ തവണയും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അത് ചെയ്യാൻ, പൂർണ്ണമായി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്. അത് എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അരുൺകുമാർ മുതൽ പിണറായി വിജയൻ വരെ എല്ലാ ദിവസവും വന്നിരുന്ന് ഫേസ്ബുക്കിലൂടെയും ചാനലുകളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നുണകളാണ്. ശാർദങ്ങളുടെ പോലും ആയുസ്സില്ലാതെ കുമിള പൊട്ടുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ പുതുതായി വരുന്ന ജെൻസി കുട്ടികൾ തുടങ്ങി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആ കുമിളകളെയെല്ലാം കുത്തുകുത്തി പൊട്ടിക്കാൻ നിമിഷാർദ്ധങ്ങൾ പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിണറായി വിജയൻ സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് നുണകളുടെ അയ്യരുകളിയല്ലേ
അപ്പൊ അത് വായിക്കുന്നവർക്ക് അറിയില്ല ആരാണ് നുണ പറയുന്നതെന്ന്. നുണ കണ്ടുപിടിച്ചത് ഇവരാണ്. നുണ എന്ന് പറയുന്ന വാക്ക് കണ്ടുപിടിച്ചവരാണ്. ഇതൊക്കെ എന്ത് ഡീൽ ഉണ്ടെങ്കിൽ, ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആവില്ല. ഈ പറയുന്ന ജനവിരുദ്ധത, ഈ പറയുന്ന സർക്കാർ വിരുദ്ധ വികാരം, ആന്റി ഇൻകൺവെൻസി വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോയാൽ, ആന്റി ഇൻകൺവെൻസി വോട്ടുകൾ ഏകീകരിക്കേണ്ടതിന് പകരം പല ഇതിലേക്ക് പോയാൽ എന്തുണ്ടാവും? സർക്കാരിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന ഭരണപക്ഷ MLA ജയിച്ചു പോകും. അപ്പൊ ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ആ ഡീല് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡീലിനെ പറ്റി പറയുകയും ഡീല് പൊളിക്കുകയും ചെയ്തില്ലെങ്കിൽ ജനം ആഗ്രഹിച്ചാൽ പോലും പ്രതിപക്ഷത്തിന് അധികാരത്തിലേക്ക് വരാൻ സാധിക്കില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഡീലുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ അത് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ തന്നെ ഡീല് പൊളിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആരാണ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് അവരോടൊപ്പം നിൽക്കുന്നത്. പ്രളയമായാലും കോവിഡ് ആയാലും അതുപോലെ തന്നെ ദുരന്തമായാലും ഏത് പ്രശ്നത്തിന്റെ സമയത്തും ജനങ്ങളോടൊപ്പം നിന്ന് നാടിനെ പുനർനിർമ്മിക്കാൻ പറഞ്ഞ വാക്ക് ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു കാണിക്കുന്ന മുന്നണി ഏത്? പൊന്നോ അവിടെ വിഴിഞ്ഞ പദ്ധതിയിൽ നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് കൈപ്പറ്റിയ വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട്, പലിശ സഹിതം തിരിച്ചടക്കാനല്ലേ പറഞ്ഞേ? നിങ്ങൾ ആ പണം ഞങ്ങൾക്ക് തിരിച്ചു തരുമോ? അതുപോലെ ഗവർണറെ ഉപയോഗിച്ചും ദേശീയ അന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ടും ഈ കേരളത്തെ തകർക്കാൻ, പെൻഷൻ കമ്പനികളെ തകർക്കാൻ, കിഫ്ബിയെ തകർക്കാൻ എത്ര ഗൂഢാലോചന നടത്തിയ BJP വന്നിട്ട് പറയാ ഇവിടെ വികസനമില്ല. അതില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. സുസ്ഥിര വികസന സൂചികയിലും മാനവ വികസന സൂചികയിലും ഈ കേരളത്തെ ഒന്നാമതായി പ്രഖ്യാപിച്ചു നിങ്ങൾ ദേശീയ ഗവൺമെന്റ്. നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ 20 തവണയാണ് കേരളത്തിന്റെ പേര് പരാമർശിച്ചത്. ഒന്നാമത് വലിയ പ്രസംഗം. മോഡി ഇന്ത്യ കേരളത്തിൽ വന്നിട്ട് ഈ തവണ സോമാലിയായിട്ട് താരതമ്യപ്പെടുത്താത്തത്, ഈ തവണ എന്താ ശ്രീലങ്കയായിട്ട് താരതമ്യപ്പെടുത്താത്തത്? ഈ തവണ കേരളത്തെ കേരളമാക്കി 0 ചേർത്തു എന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യമുണ്ട് LDF സർക്കാരിന്റെ ഭരണ തുടർച്ചയിലൂടെ ഈ നാട് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കുതിക്കാൻ പോകുകയാണ്. അരുൺകുമാർ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. അതാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ആവർത്തിച്ചത്, ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വയനാട്ടിലേക്ക് വരാം. സ്പെസിഫിക്കലി നമുക്ക് വയനാട് തന്നെ വരാം. വയനാട് ഇന്ന് അരുൺകുമാർ പറയുന്നത് 20.5 കോടി രൂപ DYFI കൊടുത്തു എന്നാണ്. കഴിഞ്ഞ ദിവസം വരെ അത് 20 കോടിയായിരുന്നു. അരുൺകുമാർ എത്രയാ? 20 ആണോ 20 ആണോ? 20 ആണെങ്കിൽ എന്തോ ആ ചെക്കിൽ നിങ്ങൾ ഈ ചെക്ക് കൊടുത്ത് വലിയ പ്രചരണം നടത്തിയില്ലോ, ഫോട്ടോ എടുത്ത്. അതെന്തുകൊണ്ടാണ് 20 കോടി ആയിരുന്നത്? അതിലെന്തുകൊണ്ടാണ് CMDRF ആയത്? നിങ്ങൾ CMDRF കൊടുത്തത് അതോ വേറെ ഏതെങ്കിലും ഫണ്ടിലേക്കാണോ കൊടുത്തത്? എങ്ങനെയാണ് DYFI ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി മാറുന്നത്? അനൂപേ, ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യം ഈ കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല. 2 ദിവസം മുമ്പ് ചാനൽ ചർച്ചയിൽ കേരളത്തിന്റെ CPM ഘടകം 1 രൂപ പോലും പിരിച്ചിട്ടില്ലെന്നും വീട് വീടാന്തരം കയറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാനാണ് പറഞ്ഞത്. നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത്. നിങ്ങളോട് വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. അല്ല, ഇപ്പം പിരിച്ചുവെന്ന് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് 54 കോടി രൂപ പിരിച്ചുവെന്ന്. നിങ്ങൾ എത്ര രൂപ പിരിച്ചു? അല്ല, ഇതൊക്കെ കൃത്യമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ DYFIയുടെ പണം CMDRF കൊടുത്തത് വേറെ ഏതെങ്കിലും അക്കൗണ്ടിലാണോ? ഉന്നം തെറ്റുകയാണോ? അല്പത്തരമാണ് നിങ്ങൾ പറയുന്നത്. ശ്രീ അരുൺകുമാർ, അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ പിരിച്ചതിന്റെ കണക്ക് എവിടെ എന്നുള്ളതാണ്, കൊടുത്തതിന്റെ കണക്കല്ല, പിരിച്ചതിന്റെ കണക്ക് എവിടെ എന്നുള്ളതാണ് ഇപ്പോ കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം. ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മള് പതിവുകാരായതുകൊണ്ട് വായുലെഴുതി കൂട്ടും. CPIഎമ്മിന്റെ ദേശീയ ഘടകം എന്നും പറഞ്ഞ് അങ്ങ് എന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒന്നും ഉണ്ടായിരിക്കാൻ പറയും, ഞാൻ പറയാം. അല്ലല്ലോ, എന്റെ സമയത്ത് സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കൃത്യമായി അക്കൗണ്ടിൽ വന്ന പണം എന്തുകൊണ്ടാണ് 5 രൂപ പിരിച്ചാൽ 5000 രൂപ പിരിച്ചുവെന്നും 5000 രൂപയുടെ പണി ചെയ്തെന്നും പറയുന്ന CPIM മിനിഞ്ഞാന്ന് വരെ, കൃത്യമായി പറഞ്ഞാൽ മിനിഞ്ഞാന്ന് വരെ അരുൺകുമാറിനെ പോലുള്ള CPIഎമ്മിന്റെ സംസ്ഥാന വക്താക്കൾക്ക് പോലും ഈ ഡീറ്റെയിൽസ് അവൈലബിൾ ആവാതിരുന്നത്? എന്റെ കർത്താവ്, ഇതിനൊന്നും ഒരു അറുതിയില്ലയോ? അതായത് CPIഎമ്മിന്റെ കേരള ഘടകം, കണ്ണൂർ ഘടകം, മാഹി ഘടകം ട്രാൻസ്ഫർ ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വെബ്സൈറ്റിൽ കൃത്യമായി ഞങ്ങൾ കൊടുത്ത 92 ലക്ഷം രൂപയും 99,000 രൂപയും വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾ ആരെയാണോ കളിയേണ്ടത്? എന്നെ തന്നെയാണ് കഴിയേണ്ടത്. ഇന്നലെ നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞത് നയാ പൈസ ഇല്ല, ധനലക്ഷ്മി ബാങ്കിൽ പണമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും നിങ്ങളുടെ പോസ്റ്റ് കൃത്യമായി കിടക്കുന്നു. ഞങ്ങൾ പിരിച്ച മുഴുവൻ പണവും 1 രൂപ പോലും ബാക്കി വെക്കാതെ മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിട്ടിട്ടുണ്ട്. നിങ്ങൾ പറ, നിങ്ങളോട് ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു വീട് വെക്കാൻ പോലും പണമില്ല എന്ന് പറഞ്ഞ് DYFI പിരിച്ചതിന്റെ 4-1 പോലും പിരിക്കാൻ പറ്റാതെ അല്പത്തരമേ നിന്റെ പേരോ കോൺഗ്രസ്, അല്പത്തരമേ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുക. അവന് ബോധം പണ്ടേ ഇല്ല, അത് കാര്യം വെക്കുന്ന വിട്ടേക്ക്.
ഇതൊന്ന് സൂം ചെയ്ത് കാണിക്ക്. 54 കോടി രൂപ നിങ്ങൾ പിരിച്ചതായി നിങ്ങളുടെ ആപ്പിലൂടെ പോസ്റ്റ് ചെയ്തതാ. 50 കോടി രൂപ മുക്കി. ഒഫീഷ്യലായി കോൺഗ്രസിൽ ഒരു ഹാൻഡിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കാം. ശരി. അദ്ദേഹത്തിന് ആരെങ്കിലും ക്യാപ്സൂൾ അയച്ചു കൊടുത്തതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അദ്ദേഹം തന്നെ തിരുത്തട്ടെ. എനിക്കൊരു പ്രശ്നമില്ല. ഇതിനുള്ളൂ ഞങ്ങളുടെ ബുദ്ധി ചീറ്റി പണ്ടാറൊടുക്കി പോയി. 2-3 ചോദ്യങ്ങൾ ഞാൻ ഒരു അദ്ദേഹത്തിന് ക്യാപ്സൂൾ അല്ല. അദ്ദേഹം ഓക്കെ, ഓക്കെ. ഇനി ഇടപെടൽ വേണ്ട. സമയക്കുറവുണ്ട്. ആരുടെ ഇടപെടൽ? അങ്ങയുടെ അവസരത്തിൽ പറയാം, please. അഡ്വക്കേറ്റ് എടി ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? അരുണിന്റെ കയ്യിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അരുണിന്റെ കയ്യിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അരുണിന്റെ കയ്യിൽ വസ്തുതകൾ ഉണ്ടെങ്കിൽ അരുണ് ഞാൻ കേട്ടിരിക്കാം എല്ലാം നിഷേധിച്ചു കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമല്ലോ തർക്കം തുടങ്ങിയിട്ട്.